നമസ്കാരം, ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 24ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് സംസ്ഥാന പോലീസിലെ പർച്ചേസ് സംബന്ധിച്ചുള്ള വിഷയമാണ്. നമുക്കറിയാം, കേരളം കൂടുതൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല. കേരള പോലീസ് വ്യാപകമായിട്ട് ആയുധങ്ങൾ ജനങ്ങളുടെ നേരെയോ അതല്ലെങ്കിൽ ന്യായവിരോധമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന ആവശ്യത്തിലേക്കോ മിതമായ ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഉപയോഗിക്കുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ഓർമ്മയിലുള്ള 2-3 സംഭവങ്ങൾ ഞാൻ പറയാം. കാസർഗോഡ് ഒരു വെടിവെപ്പ് 10-30 വർഷത്തിനകത്ത് നടന്നിട്ടുണ്ട്. മുത്തങ്ങ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. പിന്നെ നടന്നിട്ടുള്ളത് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട ചില ഏറ്റുമുട്ടലുകളും ആണ് നടന്നിട്ടുള്ളത്. മറ്റ് കാര്യമായ വെടിവെപ്പിലേക്ക് എത്താവുന്ന ലാ ആൻഡ് ഓർഡർ വിഷയങ്ങളൊന്നും തന്നെ സംസ്ഥാനത്ത് 10-30 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. ലാത്തിചാർജിലൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ ഉള്ളൂ. അവസാന മാർഗം എന്ന നിലയിലാണ് പോലീസും ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഈ ഒരു വെടിവെപ്പിലേക്ക് നീങ്ങാറുള്ളൂ. പിന്നെ എന്തിനാണ് സംസ്ഥാനം ഇത്രമാത്രം ആയുധങ്ങൾ വാങ്ങിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആയുധങ്ങൾ വാങ്ങിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ സംസ്ഥാന പോലീസിൽ ചില വിവരാവകാശ അപേക്ഷ എൻ്റെ ഫയലുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിനൊന്നും അവർ വ്യക്തമായിട്ട് മറുപടികളൊന്നും തരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. അവർ ഒഴിഞ്ഞു മാറുകയാണ്. മാത്രമല്ല, സംസ്ഥാനം നാളിതുവരെയായിട്ട് നമ്മളൊരു വലിയ സൈനിക ശക്തിയായ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 2014 പോലീസിലെ എല്ലാ ഫയലുകളും അയാപ്സ് വഴി ആയെങ്കിലും വളരെ ഏറ്റവും അവസാനമായിട്ടാണ് ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അയാപ്സിൽ ആയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പർച്ചേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അയാപ്സിലാകുന്നതിന് ബന്ധപ്പെട്ട് ചില തരികിടകൾ ഉണ്ടായതായിട്ടാണ് അതിന് കാരണം കൊണ്ടാണ് അത് വളരെ വൈകിയെന്നാണ് അറിയുന്നത്. ഒരു പർച്ചേസുമായി ബന്ധപ്പെട്ട ഫയൽ കാണുന്ന ഒരു SP അവിടെ എത്തിയ ശേഷം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അവിടെ തുടരുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം പിന്നെ പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. കാരണം അവിടെ തുടർന്നാൽ ബുദ്ധിമുട്ടാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ അല്ല. 2013 സ്റ്റോർ പർച്ചേസ് റൂള് പരമായിട്ടൊന്നും അല്ല നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുള്ള അറിവ്. എന്തായാലും കൃത്യമായിട്ട് ഈ പർച്ചേസ് നടക്കുന്നുണ്ട്. പർച്ചേസിൻ്റെ ഉദ്ദേശം കമ്മീഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല. അതിനൊരു ആവശ്യമായൊരു ക്രമീകരണം നടത്തുന്നത് ഇവർ പോലീസിലൊരു ഫയറിങ് അറേഞ്ച് ചെയ്യും. എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു നവംബർ 15 ശബരിമല തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മൊബിലൈസ് ചെയ്ത് ഫയറിംഗ് പ്രാക്ടീസ് നടത്താറുണ്ട്. നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ ഫയറിങ്ങിന് ഇത് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ വാങ്ങിയ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ ഉണ്ടകൾ വെടിവെച്ച് തീർത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് കാലിയാക്കിയെങ്കിൽ മാത്രമേ വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ലഭ്യമാക്കാനായിട്ട് പോലീസ് ആസ്ഥാനം തയ്യാറല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുരൂഹമായ സംഭവം. എന്നാൽ നമുക്ക് ഈ വെടിക്കോപ്പുകളെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഞാൻ 93 പോലീസിൽ ചേർന്നതാണ്. 93 മുതൽ ശബരിമല ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ശബരിമല ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ നമുക്കവിടെ കമ്പിളി കിട്ടാറുണ്ട്. ഈ കമ്പിളി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അകത്തിട്ടിരിക്കുന്ന യൂണിഫോമിന് പുറത്ത് നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു അവിടെ എല്ലാം ചൊറി. അത്രയ്ക്ക് നല്ല കമ്പിളിയാണ് പോലീസ് സംവിധാനം വാങ്ങി നമുക്ക് തരുന്നത്. എന്നാൽ അതിൻ്റെ ഫയലൊന്ന് ഞാൻ ചോദിച്ചു. പോലീസിൻ്റെ കമ്പിളി വാങ്ങിയ ഫയൽ ഏതോ ഇവർ ആംസുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ വാങ്ങിയ ഫയലുകൾ തരുന്നില്ല. ആ കമ്പിളി വാങ്ങിച്ച ഫയലൊന്ന് ചോദിച്ചു. അപ്പോൾ അത് തരാനും ഇവർ താല്പര്യപ്പെടുന്നില്ല, അവർ തരുന്നില്ല. കമ്പിളി സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. അജിതാബീഗമാണെന്ന് തോന്നുന്നു PTC പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് അവരെ ഒരു കമ്പിളി വാങ്ങിക്കുന്ന പർച്ചേസ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അവർക്ക് ഇതിൻ്റെ അപകടം എങ്ങനെ മനസ്സിലായെന്ന് തോന്നുന്നു. അവർ എന്നെയും ജോളി ചെറിയാൻ എന്ന് പറയുന്ന അന്നത്തെ SSB തിരുവനന്തപുരം റേഞ്ച് DYSP, ഞാനന്ന് ഇൻ്റലിജൻസ് DYSP. ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ ഞങ്ങളെ 2 പേരെയും ചുമതലപ്പെടുത്തി.
ഇപ്പം എന്നെ അദ്ദേഹം വിളിച്ചു, അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞാൻ ഈ ഹാൻഡ്ലൂം മേഖലയിലൊക്കെ ചില വിജിലൻസ് അന്വേഷണമൊക്കെ നടത്തിയാൽ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താണ് വേണ്ട സെറ്റപ്പ് ചെയ്തുകൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. അത് പറയാതെ ഇത് പരിശോധിക്കാനായിട്ട് ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന ആളിനെയൊക്കെ സെറ്റ് ചെയ്തു. ഇതറിഞ്ഞ പോലീസ് ആസ്ഥാനം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഡറെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ നമ്പർ 1 പോലീസ് നടക്കുന്ന പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ആ ടെൻഡറെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മുല്ലപ്പെരിയാറിൽ തന്നെ ഇൻസാസ് ഉൾപ്പെടെയുള്ള കണ്ടമാനം ആയുധങ്ങൾ അവിടെ നിറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ആയുധങ്ങളെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് നിറച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഞാനീ പറഞ്ഞ പോലെ ഫയറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ നാടകം നടത്തി വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതിനായിട്ട് സൗകര്യമൊരുക്കുന്നു എന്നതിൽ ഉപരിയായിട്ട് ഇതെന്തിനാണ് ഇത് വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള കാര്യം വളരെ ദുരൂഹമാണ്. ഇതിൽ ഈ മുല്ലപ്പെരിയാറിൽ തന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വലിയ പ്രപ്പോസൽ കിടക്കുകയാണ്. ഈവൻ മൈൻ സ്കാനർ വരെ മുല്ലപ്പെരിയാറിൽ വാങ്ങിക്കാനാണ് ഈ പ്രപ്പോസൽ കിടക്കുന്നത്. ഇതൊക്കെ പൊതുഖജനാവിലെ പൈസയാണെന്നോ, ഇത് വേണ്ട വിധത്തിൽ വാങ്ങി കൈകാര്യം ചെയ്തിട്ടില്ല, അനാവശ്യമായിട്ട് വാങ്ങരുതെന്നുള്ള അറിവ് പോലും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഇൻ്റലിജൻസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച പല സാധനങ്ങളും അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലെന്ന് തന്നെ പറയാം. നാളിതുവരെ തുറന്നു പോലും നോക്കാത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും തുറന്നു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ കാലഘട്ടത്തിൽ ആ വാങ്ങിയ സാധനങ്ങൾ തുറന്നു നോക്കാതെ അവിടെ ഉപേക്ഷിച്ച പോലെ അവിടെ ഇട്ടിരിക്കുന്നു. ഞാൻ തിരക്കിയിൽ പറഞ്ഞത് വാങ്ങിയതാണ്. കാരണം ആ വകുപ്പിൽ അന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും തിരക്കാതെ വാങ്ങി കമ്മീഷൻ അടിച്ച് പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഞാൻ ഒരു ക്വാളിറ്റി പരിശോധിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിനകത്ത് നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള നീക്കത്തെ ഞാനാണ് തടഞ്ഞത്. 1-2 ഓൺലൈൻ മീറ്റിങ്ങിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുല്ലപ്പെരിയാറിൽ ഇത്രയും ആയുധങ്ങൾ ആവശ്യമില്ല, ഇത് അവിടെ ആരും എത്തപ്പെടുന്നില്ല, അവിടെ ഗവൺമെൻറ് ഉത്തരവുകൾ കൃത്യമാണ്, ഉള്ളി ഓതറൈസ്ഡ് പേഴ്സൺസ് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. തമിഴ്നാടിൻ്റെയും കേരള പോലീസിലെയും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പറ്റത്തില്ല. 4 വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഡ്യൂട്ടി സംബന്ധമായി മാത്രമേ അവിടെ എത്താൻ പറ്റൂ. ഇത് കൃത്യമായിട്ട് മറ്റാരും വരാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങി കൂട്ടി ഇപ്പം തന്നെ ഇരിക്കുന്ന അധികമാണ്. ഇനിയും ആയുധങ്ങൾ അല്ലെങ്കിൽ അവ ബന്ധപ്പെട്ട സാധനങ്ങളോ, കാരണം ആരും പബ്ലിക്ക് വരാത്തവരെ സംബന്ധിച്ച് നമ്മൾ ഈ മെറ്റൽ ഡിറ്റക്ടറോ എന്തെങ്കിലും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല, അവിടെ ആരും വരുന്നില്ല. ആ നീക്കത്തെ ഞാൻ പിന്നെ കർശനമായി ഞാൻ എഴുതി കൊടുത്തു, ഈ സാധനങ്ങളൊന്നും അവിടെ ആവശ്യമില്ല. ജില്ലയിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇത് മൈൻ സ്കാനർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാം, മുല്ലപ്പെരിയാറിൽ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം അത് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടികളാണ് ഇതല്ല. 1-2 ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഇതിലൊന്നും ഞാൻ അടുക്കുന്നില്ല എന്ന് കണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ അത് വാങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇനി അതിനൊക്കെ ചിലപ്പം പിന്നീട് തുടക്കം കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഈ മലപ്പുറം ഭരണഭാഗം DYSP ആയിരിക്കെ അവിടെ ഇതുപോലെ പർച്ചേസുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഒരു പർച്ചേസ് കമ്മിറ്റിയുടെ ചെയർമാനൊന്നും ഞാനല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അത് സംബന്ധിച്ച് ടെൻഡറുകളൊന്നും ഞാൻ പൊട്ടിക്കുകയോ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തായാലും അവിടെ ഇങ്ങനെ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് പല ഫയലുകളും വന്ന് പരിശോധിച്ചാൽ സ്ഥിരമായിട്ട് ഈ വാഹന റിപ്പയറുമായി ബന്ധപ്പെട്ട് സാധനം വാങ്ങിക്കുന്നത് ഒരു കടയിൽ നിന്നാണെന്ന് കണ്ടു. ഞാനൊന്ന് തിരക്കി കളയാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് എടുത്തുകൊണ്ടിറങ്ങി. അപ്പോൾ ഈ കടയിൽ ചെന്ന് കയറി. മറ്റ് 2 കടയുടെ കൊട്ടേഷൻ കൂടെ വെച്ചിട്ടുണ്ട്. കടയിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മറ്റ് 1-2 കടകളുണ്ടല്ലോ, ഈ കടകളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾ തന്നെ കൊടുക്കുന്ന കൊട്ടേഷനാണ് സാറേ, ഈ 3 കൊട്ടേഷൻ ഞങ്ങൾ തന്നെ കൊടുക്കുന്നത്, വേറെ കടയൊന്നുമില്ല, ഞങ്ങളത് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 3 കൊട്ടേഷൻ വാങ്ങിക്കുന്നു ഒരാളുടെ കടയിൽ നിന്ന്. അയാൾ തന്നെ മറ്റ് 2 കടയുടെ കൊട്ടേഷനൂടെ ടൈപ്പ് ചെയ്ത് അല്ല പ്രിൻ്റ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു, അഴിമതിയാണെന്നും ഒക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അന്നത്തെ 2 SP-മാർ റിപ്പോർട്ട് കൊടുത്ത് കണ്ട SP കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വേറെ SP വന്നു. ഈ 2 SP-മാർ AR ക്യാമ്പിലെ അന്നത്തെ ACI ഇത് കാണിച്ച് സ്ഥിരം ഞെട്ടിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നും സംഭവിച്ചില്ല. എന്തായാലും ഞെട്ടിയൊരു കാര്യമായിട്ട് നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും പിന്നെ അതിൽ പിന്നീട് മാറ്റം വന്നു നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാനും പിന്നീട് അവിടെ നിന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അതിന് ശേഷം നടന്ന ഒരു കാര്യം പറയാം. ഞാൻ കാസർഗോഡ് ഭരണഭാഗം DYSP ആയിട്ട് ചുമതലയേറ്റു.
2019 ഡിസംബർ 1 ചുമതലയേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ആദ്യമായിട്ട് ചെന്നതിൻ്റെ പിറ്റേന്നതിൻ്റെ പിറ്റേന്ന് 3-ൻ്റെ അന്ന് ഒരു 10-30 ഫയലുകൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് ആരോ വെച്ചിട്ട് പോയായിട്ട് കണ്ടു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്ന സമയത്ത്. അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഈ സെക്ഷനിൽ നിന്നാന്ന് പറഞ്ഞു. അത് കൂടുതലുള്ള പോലീസുകാരൻ പറഞ്ഞു ഈ സെക്ഷൻ. ഞാൻ ചോദിച്ചത് എന്താ? അത് അവർ ഡീൽ ചെയ്യുന്ന പർച്ചേസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഈ സംസ്ഥാന പോലീസിൽ പോലീസ് ആസ്ഥാനത്തും ഈ SP ഓഫീസുകളിലും ഒക്കെ ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട സെക്ഷൻ എപ്പോഴും ഡീൽ ചെയ്യുന്ന ക്ലർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനകളും അവരുമായിട്ട് അടുപ്പമൊക്കെ ഉള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, ഇത്രയും ഫയലുകൾ എങ്ങനെയാണ് ഈ 4 ദിവസത്തിനകം വന്നതെന്ന് ചോദിച്ചു. അതറിയില്ല സാറേ, വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിപ്പിച്ചോ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അത് ഇവിടെ ഒപ്പിടാനുള്ള ഫയലുകളൊക്കെയാണ്. ഞാൻ ചോദിച്ചു ഒപ്പിടാനുള്ള ഫയലുകളെന്ന് പറഞ്ഞാൽ എന്ത് ഫയലുകളാണ്? അത് കൊട്ടേഷനൊക്കെയാണ്. ഞാൻ ചോദിച്ച് ഞാൻ ഏത് കപ്പാസിറ്റിയിലാണ് ഇതിൽ ഒപ്പിടേണ്ടതെന്ന് ചോദിച്ചു. അത് പർച്ചേസ് കമ്മിറ്റിയുടെ ചെയർമാനാണെന്ന് പറഞ്ഞു. ഞാൻ ഉത്തരവ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉത്തരവ് കൊണ്ടുവന്നു. ഉത്തരവ് പരിശോധിച്ചാൽ ശരിയാണ്, ഞാൻ പർച്ചേസ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള ഫയലുകളും അതിന് മുമ്പുള്ള ഫയലുകളും മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ ഇതിൽ ഒരു 70% ഫയലുകൾ ഇവർ തിരിച്ചെടുത്തുകൊണ്ട് പോയി. ഇപ്പം ഞാൻ വന്നതിന് ശേഷമുള്ള ഫയലുകൾ പരിശോധിച്ചതിൽ അതിൽ കൊട്ടേഷൻ പൊട്ടിച്ച ഫയൽ എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഫയലിലും കൊട്ടേഷൻ പൊട്ടിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ പർച്ചേസ് കമ്മിറ്റി ചെയർമാൻ അറിയാതെ എങ്ങനെയാണ് കൊട്ടേഷൻ പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ആൻസറൊന്നുമില്ല. ഞാൻ ചോദിച്ചു ആര് പൊട്ടിച്ചെന്ന് ചോദിച്ചു. അത് SP ആ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ചെയർമാൻ അഡ്മിൻ DYSPയും കൊട്ടേഷൻ പൊട്ടിക്കുന്നത് SP ആണെന്ന് പറഞ്ഞു. ഞാൻ മൊത്തം ഫയലുകളും നിങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവരൊരു വലിയ ബുദ്ധിമുട്ട് പോലെ കാണിച്ചു. ഞാൻ രേഖാമൂലം കത്തായിട്ട് മടക്കി. ഇനി മുതൽ ഞാൻ പർച്ചേസ് കമ്മിറ്റി ചെയർമാൻ ആണെങ്കിൽ ആ കത്തിൽ പറഞ്ഞു പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ ഞാനും മറ്റ് അംഗങ്ങളടക്കുന്ന പർച്ചേസ് കമ്മിറ്റി എൻ്റെ ഓഫീസ് വെച്ച് പൊട്ടിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തി കൊണ്ടുപോകണം. അതല്ലാതെ കൊട്ടേഷൻ്റെ ഈ തരികിട പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫയലുകളെല്ലാം ഇവർ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു SP ഒപ്പിട്ട് കൊടുത്തെന്ന് തോന്നുന്നു. കാരണം പുള്ളിയല്ലേ കൊട്ടേഷൻ പൊട്ടിച്ചത്. അപ്പോൾ എനിക്ക് മുമ്പിരുന്ന ഈ അഡ്മിൻ DYSPമാരൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ള പേപ്പറുകൾ കൊണ്ടുചെല്ലുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അവിടെ ഇതുപോലെ സംഭവം നടന്നു. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട് പോലീസിൻ്റെ. അപ്പോൾ ചെന്നൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അവരും വന്നു, സാറേ ചെക്കൊക്കെ ഒപ്പിടാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? അത് സാറാണ് ഇതിൻ്റെ നോഡൽ ഓഫീസർ. ഞാൻ ചോദിച്ചു ഏത് ഉത്തരവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഉത്തരവുണ്ടെങ്കിൽ ഒപ്പിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരവിന് പോയ ഇവർ പിന്നെ മടങ്ങി വന്നില്ല. ഇവർ ഈ ചെക്ക് പിന്നെ SP സൈമൺ സാറിനെ കൊണ്ട് ഒപ്പിടിച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പൂർണ്ണമായിട്ടും തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് പറയുന്നത്. എല്ലാം കമ്മീഷൻ പണികളാണ്. അപ്പോൾ ഇതുപോലെ ഇത് വന്നു. പർച്ചേസ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇടുക്കി അന്ന് കാസർഗോഡ് ജില്ലയിൽ കുറേ ഉടൻ കസേരകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ക്വാളിറ്റി സംബന്ധിച്ച് ഇതെല്ലാം ആപ്റ്റാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതേ ക്ലർക്ക് തന്നെ ഞാനീ പറഞ്ഞ ഈ സെക്ഷൻ ക്ലർക്ക് തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കസേരകളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ തടി ഇറക്കാൻ പോകുന്ന മില്ലിൽ വേസ്റ്റ് ഇട്ടേക്കുന്ന വെള്ളയും കാതലിൻ്റെ പറ്റുകാതലൂടെ ചേർത്തുള്ള തറ പരിപാടിയാണ് ഈ ഫർണിച്ചറുകളെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ മുൻവശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല കളറൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുക. ഇത് കസേര തിരിച്ചിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം മാത്രമേ കാണാനുള്ളൂ. ഞാൻ ഒരു കത്ത് ഈ എയർ ക്യാമ്പിൽ ആവശ്യമില്ലാത്ത ഓരോ തസ്തികകളുണ്ട്. കാർപ്പൻ്റർ എന്നാണ്. ഈയിടെ ഒന്നും സേവനം ഇന്നേ വരെ ആരും പോലീസ് ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ കത്ത് കൊടുത്ത് ARSCക്ക് ഇത്രാം തീയതി അയാളെ ഈ സേവനം എൻ്റെ ഓഫീസിലേക്ക് ലഭ്യമാക്കണമെന്ന് പറഞ്ഞു. അയാൾ വന്നു. ഞാൻ അയാളെ ഇത് ചെയ്തു. ഈ കസേരകൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള ഈ പറയുന്ന പർച്ചേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കസേരകളും പരിശോധിച്ച് റിപ്പോർട്ട് തരാനായിട്ട് ഇത് ചെയ്തു. ഞാനും അയാളെ കൂടെ വന്നു. അപ്പോൾ അയാൾ റിപ്പോർട്ട് ചെയ്തു 30% വെള്ളയാണെന്ന്. ഒരു ഫർണിച്ചർ സാധനം ഫർണിച്ചർ സാധനം നമ്മൾ തടിയുടെ വാങ്ങിച്ചാൽ അതിനകത്ത് 10% ഉണ്ടായാലും 5% ഉണ്ടായാലും ആ വെള്ളം പൊടിഞ്ഞു പോകും. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഇതിന് നടപടിയെടുക്കണ ഒരു വിജിലൻസ് അന്വേഷണം ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏതായാലും കേരള പോലീസിലെ പർച്ചേസുകളൊന്നും ശരിയായ രീതിയിലല്ല. നമ്മുടെ വിജിലൻസ് സംവിധാനം കേരള പോലീസിലെ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരിശോധനകൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നടത്തിയായിട്ട് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. മാത്രമല്ല വിജിലൻസിൻ്റെ ചാർജും ലാ ആൻഡ് ഓർഡറിൻ്റെ ചാർജും ഒരു DGP തന്നെ 1 വർഷത്തോളം ഹോൾഡ് ചെയ്തു എന്നുള്ളത് തന്നെ അതീവ ഗൗരവതരവും ദുരൂഹവുമായ വിഷയമാണ്.
എന്തായാലും ശരി, ഈ ഇനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന സർക്കാരെങ്കിൽ ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ 2013 സ്റ്റോർ പർച്ചേസ് റൂൾസ് പ്രകാരം പർച്ചേസുകൾ നടത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനിയിപ്പോൾ ഇടുക്കി ജില്ലയിൽ നടന്ന മറ്റൊരു സംഭവം പറയാം. ഏതോ ഒരു സ്റ്റോർ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു സർട്ടിഫിക്കറ്റ് ഈ സ്റ്റോർ പർച്ചേസ് റൂളുമായി ബന്ധപ്പെട്ട് നൽകി. അപ്പോൾ അതിൽ നമ്മൾ ഈ സിംഗിൾ കൊട്ടേഷൻ ആണെങ്കിൽ അതിന് 15,000 താഴെ ആണെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ്റെ നടപടിയും, 15,000 to 1,00,000 ആണെങ്കിൽ 3 കൊട്ടേഷൻ നടപടിയും, 1,00,000 മുകളിലാണെങ്കിൽ ഉള്ള നടപടിയും, പിന്നെ 1 കോടിക്ക് മുകളിലാണെങ്കിൽ ഗ്ലോബൽ ടെൻഡർ ആ നടപടികളും കാര്യങ്ങളും ഒക്കെ ഒരു പരിധിവരെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കേണ്ട രീതിയിൽ SP ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അവിടുന്ന് ഒരു പെർഫോമർ ഇങ്ങോട്ട് അയച്ച് ഈ രീതിയിൽ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പടം എടുത്ത് എനിക്ക് ഒന്ന് SP ക്കകത്ത് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഇത് ഏത് നിയമപ്രകാരമാണെന്ന് പുള്ളിയോട് ചോദിച്ചു. പുള്ളിക്ക് അതിൽ വേണ്ടാത്ത വിവരം ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളി എന്നോട് തിരക്കിയിട്ട് പിന്നെ പറഞ്ഞു അതെന്തോ ട്രഷറി കോഡിലാണ്ട് പറഞ്ഞേക്കുന്നതാണ്, നന്ദൻ്റെ ആ സർട്ടിഫിക്കറ്റാണ് കറക്റ്റെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നടക്കുന്ന മുഴുവൻ ഉഡായിപ്പുകൾ മാത്രമാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് തൊട്ട് താഴോട്ട് പർച്ചേസുമായി ബന്ധപ്പെട്ട യാതൊരു നിയമങ്ങളോ യാതൊരു നിബന്ധനകളോ പാലിക്കപ്പെടുന്നില്ല. തോന്നുംപടി നടത്തുന്നു. പോലീസ് വിജിലൻസിൽ നിന്ന് നാളിതുവരെ ആരും കയറി ഇത് പരിശോധിക്കാൻ സന്നദ്ധത കാണിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. കമ്പാരിറ്റീവ്ലി മിക്കപ്പോഴും ഇത് ഒരു വിജിലൻസും ലോ ആൻഡ് ഓർഡർ DGPയും ഒരു ബാച്ചുകാരോ അല്ലെങ്കിൽ വളരെ ഒരു സർക്കാരിൻ്റെ തന്നെ ഏറ്റവും അടുപ്പക്കാരായ 2 പേരായിരിക്കും. ആരും അതിന് ധൈര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യമായ ഈ ഫയറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടി തന്നെ അനാവശ്യമായിട്ട് ആയുധം വാങ്ങി കമ്മീഷൻ വാങ്ങിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇല്ലെങ്കിൽ ഇത് 5 വർഷം കൂടിയിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഫയറിംഗ് നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു വർഷം ആവറേജ് 20% അല്ലെങ്കിൽ 25% ഉദ്യോഗസ്ഥരായ വെച്ച് ഫയറിംഗ് നടത്തിയാലും 4 വർഷത്തിലൊരിക്കൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പർച്ചേസ് മാമാങ്കത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. 4 പർച്ചേസ് ഒരു വർഷം നടത്തിയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ പർച്ചേസ് ഉദ്ദേശിക്കുന്നത് ഈ ഫയറിംഗ് പ്രാക്ടീസ് ഉദ്ദേശിക്കുന്നത് പർച്ചേസ് മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. സംസ്ഥാനത്ത് വളരെ അധികം തുക പോലീസ് വകുപ്പിന് എല്ലാ വർഷവും പർച്ചേസിന് ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ കേന്ദ്ര വിഹിതങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതൊന്നും വേണ്ട വിധത്തിലല്ല പിന്നെ ആംസ് ഉൾപ്പെടെയുള്ള വാങ്ങുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഇത് പിന്നെ ഇനിയും ഈ രീതിയിലുള്ള ഈ പറയുന്ന അല്ലെങ്കിൽ ഇവർ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിന്ന് ആംസ് വാങ്ങിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഈ ആംസ് വാങ്ങിക്കുന്നത് തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ ഈ കമ്മീഷൻ പണി നടക്കില്ലെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.